നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചികം രാശിഫലമാണ്. വൃശ്ചികം രാശിഫലത്തിലുള്ള നക്ഷത്രങ്ങളാണ് പറയുന്നത്. വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. വൃശ്ചിക രാശിയിൽ ജനിച്ചവർ ബുദ്ധിയുള്ളവരും മനഃശക്തി കുറഞ്ഞവരുമായിരിക്കും. ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും ഇവരിൽ ചിലർ അഹംഭാവികളായിരിക്കും. സ്വന്തമായിട്ട് എന്ത് ചെയ്യാനുള്ള ഭയമില്ലായ്മയും താല്പര്യം കൂടുതലും ഉള്ളവരുമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാനും മടിയില്ലാത്തവരാണ്. ധനപരമായിട്ടാണെങ്കിലും ആരോഗ്യകാര്യമായിട്ടാണെങ്കിലും ഇവർക്കൊരു മടിയും കാണിക്കാത്തവരാണ്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നവരുമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും ഇവരുടെ ആവശ്യത്തിന് അനുസരിച്ച് മറ്റുള്ളവരെ കിട്ടത്തുമില്ല. ഇവർ തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുന്നത്. കുടുംബത്തിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ വലിയ ഗുണഫലങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും. നല്ല അറിവും പക്വതയും ഉള്ളവരുമായിരിക്കും. ഒന്നും പ്രതീക്ഷിക്കാണ്ട് മുന്നോട്ട് നയിക്കുന്നവരുമാണ്. എന്ത് തരണം ചെയ്തിട്ടും ഇവരുടെ ആവശ്യങ്ങൾ അവർ എന്ത് പ്രയത്നം ചെയ്താലും അവർ കൈക്കലാക്കുന്നതുമാണ്. എന്താണോ ആഗ്രഹം അത് സഫലമാക്കുന്നതുമാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. കഷ്ടതകളും ത്യാഗങ്ങളും എല്ലാം സഹിച്ച് നേടിയെടുത്തൊരു ജീവിതമാണ്. എല്ലാം തിരികെ നേടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് നയിക്കുന്നത്. തള്ളിപ്പറഞ്ഞവരും വിമർശനങ്ങളാൽ കുത്തുവാക്കുകൾ പറഞ്ഞവരും എല്ലാം തിരികെ നിങ്ങളുടെ അരികിലോട്ട് വരുന്നതുമാണ്. എല്ലാം മറന്നുകൊണ്ട് അവർ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ സാമീപ്യത്തിൽ തന്നെ വരുന്നതുമാണ്. എല്ലാം ക്ഷമയോടുകൂടി അവരെ അംഗീകരിക്കുന്നതുമാണ്. ഒന്നും പ്രതീക്ഷിക്കാണ്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു വ്യക്തികളായതിനാൽ എല്ലാം ക്ഷമയോടുകൂടി മുന്നോട്ട് നയിക്കുന്നതുമാണ്. ഈ രാശിയിലുള്ളവർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ കാണാനുള്ള ഒരു സമയം കൂടിയാണ്. പല്ല് വേദന അല്ലെങ്കിൽ പല്ലിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണാനുള്ള സാധ്യത ഉണ്ട്. നീർക്കെട്ട്, കാലുവേദന, മുട്ടുവേദന, ഊരവേദന അങ്ങനെ എന്തെങ്കിലും ഒരു വേദനകൾ ഉണ്ടാവാനുള്ള ഒരു സമയം കൂടിയാണ്. എല്ലാ ദോഷങ്ങളും നീങ്ങുവാൻ ഗണപതി ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. എല്ലാ വിഘ്നങ്ങളും നീങ്ങുന്നതുമാണ്. ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ വഴിപാടാണെങ്കിലും അത് ചെയ്ത് സാഷ്ടാംഗം നമിച്ച് എല്ലാ തടസ്സങ്ങളും നീങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ശുഭമായി വരുന്നതുമാണ്.